ഇന്ന് രാത്രി കുഞ്ഞെ, നാട്ടുകാർ നിന്റെ മരണം കാണാൻ കാത്തിരിക്കും. നീ കട്ടിലേക്ക് കിടക്കുന്നത് കാണാൻ മന്ത്രവാദി കാത്തിരിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയണം, അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവൻ്റെ, അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ പണ്ടാരക്കോണത്ത് നയിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സാധാരണ പുള്ളിയായിട്ടുള്ള രാജകീയ പുരോഹിത മാർഗമായി ഇന്ന് രാത്രി പട്ടണത്തിൻ്റെ നടുവിൽ നാഥൻ യാത്ര ചെയ്തു. കഴുതയുടെ പുറത്തുകൂടി യാത്ര ചെയ്തപ്പോൾ നാട്ടുകാരെല്ലാം ചോദിച്ചു, പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ? കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ആ യാത്ര എവിടെ വന്നു? യെരൂശലേം ദൈവാലയത്തിൽ ചെന്നു. കഴുത എവിടെ വന്നു? യെരൂശലേം ദൈവാലയത്തിനകത്ത് വന്നു. ഒരു കഴുത എവിടെ വന്നാൽ ഇസ്രായേലിൻ്റെ വാഹനവർഗ കഴുത്തി ഞരിച്ചവനെ താഴെ കളയും. പക്ഷേ കഴുത ആരും തൊട്ടില്ല. അച്ചായ, അമ്മാമേ, സിസ്റ്റർ, ബ്രദർ, ഇന്ന് രാത്രി കേൾക്കണം. 5 പ്രതികൂലം നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ കരമുയർത്തി പറയണം, 5 മറുപടി കർത്താവ് തരും. സ്വോത്ര. 1 കെട്ടുകൾ അവൻ അടിക്കും. 2 പുറത്തു കൊണ്ടുവരും. 3 രക്ഷയുടെ വസ്ത്രം വിതരും. 4 നിന്റെ മരണം കാണാനിരുന്നവരുടെ നടുവിൽ കൂടി നിന്നെ യാത്ര ഏൽപ്പിക്കും. 5 ഒരു കാലത്ത് നീ എത്താത്ത സ്ഥലത്ത് ദൈവം നിന്നെ എത്തിക്കും. ആത്മാവിൽ ദൂതേറ്റെടുക്കുന്നവർക്കായി ഇന്ന് രാത്രി വിളിച്ചു പറയണം, അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ പ്രാർത്ഥിച്ചാൽ, എൻ്റെ സഭയ്ക്കകത്ത് ഞാൻ പ്രാർത്ഥിച്ചാൽ, ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി തരും. അത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. ആത്മാവിൽ ദൂതേറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി ഗ്രൗണ്ട് വിട്ടു പോകാവൂ. ദുഷ്ടപിശാചിന്റെ അമിക്കയറുകൾ തകരട്ടെ. നിന്റെ മനസ്സിനകത്ത് ചിന്ത കൊണ്ടുവരുന്ന പോരുകൾ മാറട്ടെ. യേശുപ്പച്ചൻ്റെ കരം ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ തൊടട്ടെ. ഇതൊരു വിടുതലിന്റെ രാത്രിയായി മാറട്ടെ. Wake up! യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. Wake up! The mighty presence of Holy Spirit. യേശുവിന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കുക. സ്തോത്രം. യേശു ദൈവാലയത്തിൽ വരുന്നു. മത്തായി 24:1-2 അവൻ ദൈവാലയത്തിൽ ശിഷ്യന്മാരോട് ഓശാന പെരുന്നാളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടത്തി. പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗമായി അവിടുന്ന് ഇറങ്ങും. ശിഷ്യന്മാർ പച്ചവെള്ളമൊക്കെ കൊടുക്കാൻ നോക്കി കാപ്പി കൊടുത്തു. അപ്പോൾ പറഞ്ഞ് യേശു പറഞ്ഞത് വേണ്ട. യേശു ഒലിവുമലയിൽ പോയി. മത്തായി 24:3-4-5 കുഞ്ഞു വായിക്കത്തില്ല. ഒലിവുമലയിൽ എത്തിയപ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ച്, യേശുവേ, അനവധി പെരുന്നാൾ ഉണ്ടായിരുന്നു നമുക്ക്. പെസഹ പെരുന്നാൾ, ഓശാന പെരുന്നാൾ, ആദിമലക്കച്ചവട പെരുന്നാൾ, പെന്തിക്കോസ് പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പാപപരിഹാര പെരുന്നാൾ, കാഹളനാഥ പെരുന്നാൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് ഈ ഓശാന പെരുന്നാൾ അങ്ങ് ഒരു നല്ല പ്രഭാഷണം നടത്തി. അത് കാർമ്മികമായി ആലയത്തിൻ്റെ പണിയൊക്കെ ഞങ്ങൾ കാണിച്ചു. ടൈൽസ്, ഇൻ്റർലോക്ക് അതെല്ലാം ഇട്ടുകൊണ്ടിരിക്കാം. ആ സമയത്ത് യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ചേട്ടിപ്പോൾ അത് ഇടിഞ്ഞു പോകും. അത് കേട്ടിട്ട് ഞങ്ങൾക്ക് ഉറക്കം കിട്ടിയില്ല. വൈകിട്ട് യേശു ഇവിടെ പോയി. മത്തായി 24:3-4-5 ഒലിവുമലയിൽ പ്രാർത്ഥിക്കാൻ പോയി. ഞങ്ങളുടെ ഉപദേശിമാരുടെ കണക്ക് മൊബൈൽ ഞെക്കാനല്ലേ യേശു പോയത്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അയ്യോ, വിശ്വാസികളെ തൊടുന്നില്ല. സ്വോത്രം. യേശുവിൻ്റെ പ്രത്യേക ശുശ്രൂഷ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ ഒലിവുമലയിലും ഗെത്സമനിയിലും പോയി പ്രാർത്ഥിക്കും. സ്വോത്രം. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവും ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളം. യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തുവെന്ന് അനേകം പേർ എഴുന്നേറ്റ് വന്ന് പലരെയും തെറ്റിച്ച് കളയും. ഇന്ന് രാത്രി വിശുദ്ധ ബൈബിളിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണമുണ്ട്. അനവധി പ്രഭാഷണമുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ചേച്ചിമാർക്കൊക്കെ നോട്ട് ചെയ്യുക. അതിലൊന്നാമത്തെ പ്രഭാഷണമാം യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം. മത്തായി 7:8. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി, അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് ബാപ്പുജി എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ ഈ നിലയിൽ അഹിംസയുടെ മൊഴിമുത്ത് കൊണ്ടുവന്നത് ഈസങ്ങളല്ല, മതങ്ങളല്ല, യേശുദേവൻ്റെ ഗിരിപ്രഭാഷണം. നമ്മൾ വായിച്ചില്ലെങ്കിലും മഹാത്മാഗാന്ധി വായിച്ചെന്ന്. സ്വോത്ര. നമ്മളിത് വായിക്കുന്നില്ലല്ലോ. സ്വോത്രം. 2ാമത്തെ പ്രഭാഷണം ഇന്ന് കുഞ്ഞുങ്ങൾ വായിച്ചത് ഒലിവുമല പ്രഭാഷണം, സർമൻ ഓഫ് ദ മൗണ്ട്. 3ാമത്തെ ഒരു പ്രഭാഷണം കൂടെ ഉണ്ട്. അതിൻ്റെ പേരാ മാളികമുറി പ്രഭാഷണം. നാളെ അത് പറയുമ്പോൾ യോഹന്നാൻ 14:1-2-3 ക്രൂശീകരണത്തിൻ്റെ തലേന്ന് രാത്രി ശിഷ്യന്മാരോട് സംവദിക്കുമ്പോൾ യേശുനാഥൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലെ വിശ്വസിപ്പീൻ. ചേട്ടന്മാരെ, ചേച്ചിമാർ, കാതലായ 3 പ്രഭാഷണങ്ങൾ ക്രിസ്തു യേശുവിൻ്റെ സുവിശേഷത്തിൽ. 1 ഒലിവുമല, 2 മാളികമുറി, 3 ഗിരിപ്രഭാഷണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവിന് ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞ 4 മറുപടികൾ മത്തായി 24:32-31-34 അതൊന്നും വായിക്കുന്നില്ല. ബൈബിൾ കൂടിയിരിക്കണം. അതുകൊണ്ടാണ് അത്തിയെ നോക്കി ഒരു പമ്പോടി പെനിസറായിൽ, അതായിരിക്കും ഇന്ന് രാത്രി നാളെ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനെടുക്ക വാതിൽക്കൽ ഒരു വേനൽ, ഒരു യുദ്ധവുമായി എതിർക്കസു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുക, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ഈ തലമുറയിൽ കർത്താവ് ഒരു നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. പിന്നെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും. അതായില്ലയോ ഇന്നത്തെ കാലം? 2015 ശേഷം നോഹയുടെ കാലമായില്ലയോ? എന്നും പത്രം നോക്കിയാൽ യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്, റെഡ് അലർട്ട്. സന്തോഷമില്ലല്ലോ, അതില്ലാത്ത ദിവസം ഉണ്ടോ? സ്വോത്രം. കഴിഞ്ഞ 10 വർഷമായിട്ടതാ
ഇപ്പം കൺവെൻഷൻ ഏത് സമയത്ത് വെക്കണമെന്ന് അറിയത്തില്ല. ജനുവരി വെച്ചാലും മഴ, ഒക്ടോബറിൽ വെച്ചാലും മഴ, നവംബറിൽ വെച്ചാലും മഴ. പക്ഷേ സെപ്റ്റംബർ ശേഷം കാലവർഷമായിരുന്നു. നല്ല മരച്ചീനിയും റബ്ബറും ഒക്കെ വെട്ടി 2 കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എപ്പോൾ മഴ വരുന്നെന്ന് അറിയത്തില്ല. സ്വോത്രം. അത് മാത്രമല്ല, വാർഡ് തോറും വില്ലേജ് തോറും മഴ. സമയമുണ്ട്, ഇന്ന് രാത്രി നോക്കാം, ഇല്ലേ നാളെ എന്തായി സംഭവം എന്ന് പറയും. അതുകൊണ്ടാണ് യെല്ലോയും മാങ്കോയും. അതിൻ്റെ കൂടെ നേരം വെളുത്ത കാറ്റ്. പണ്ടത്തെ അപ്പച്ചന്മാർ 8 പെങ്കൊച്ചുങ്ങൾക്ക് ഇടുക, അന്നമ്മ, ചിന്നമ്മ, മറിയാമ്മ, രാജമ്മ, രത്തമ്മ, വത്സമ്മ, ശോശമ്മ. അതുപോലെ ഇന്നത്തെ കാറ്റിൻ്റെ പേര് റീത്ത, കത്രീന, ബിൽമ, ഗാർവി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, മക, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേബി, ടൗട്ടെ. കഴിഞ്ഞ ആഴ്ച ബിബിൻ ജോയി അടിച്ച്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പ്ലാങ്ങാമറി പ്രസംഗിച്ചിട്ട് ഇന്നലെ മണ്ണന്തല പ്രസംഗിച്ചു. ഇന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചോറ് കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല, കേരളമായിരുന്നു നല്ലതെന്ന്. ഞാൻ ചോദിച്ചു എവിടുന്നാണ് വിളിക്കുന്നത്? അമേരിക്ക ഫ്ലോറിഡ എന്നാണ്. കൊള്ള കാറ്റടിച്ച് കറണ്ട് ലൈനും എല്ലാം പോയെന്ന്. കരം ഉയരുന്നില്ല. സ്വോത്രം. അമേരിക്കയിൽ അടിച്ച കാറ്റ് നമ്മുടെ പണ്ടാരക്കോണത്തെ പയ്യൻ്റെ പേര് മിൽട്ടൺ കാറ്റ്. സ്വോത്രം. അത് താൻ അരുമയാണ് പോയൽ താ വന്ന് മിൽട്ടൺ കാറ്റ്. സ്വോത്രം. ഇനി ഒരു കാറ്റ് കൂടെ അടിക്കുക, ആ കാറ്റിൻ്റെ പേരാ പെരിഷ്. അന്ന് ഗുണപ്പെട്ടവൻ അക്കരെ നാട്ടിൽ കയറും. സ്വോത്രം. അതിന് വേണ്ടി യോഗം വെച്ചേക്കുന്ന. സ്വോത്രം. സമയമുണ്ട്, ഇന്നല്ലേ നാളെ പറയാം. മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കും. അതാ നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ. ഇന്ന് രാത്രി മുതൽ നാം ഇസ്രായേലിനെ പറ്റി യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒലിവുമല പ്രഭാഷണത്തിനകത്ത് ഹല്ലേലൂയ 3 മരങ്ങളോട് ഇസ്രായേലിനെ ഉപമിച്ചിട്ടുണ്ട്. അത്തിയാകുന്ന ഇസ്രായേൽ. അത്തിയുടെ പ്രത്യേകത എന്താ? ഹോശയ്യ 9:10 പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാതെ അവൻ്റെ രാഷ്ട്രീയം. അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ട് ഇസ്രായേൽ. രണ്ടാമത്തത് മുന്തിരി. യോഹന്നാൻ 15:1-2 വിശദമായി രേഖപ്പെടുത്തി. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. അത് അവൻ്റെ ആത്മീയ. 3 സൗന്ദര്യം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സങ്കീർത്തനം 128. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നിന്റെ വീട്ടിലെത്തും. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയും ഇരിക്കും. അതാ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ സൗന്ദര്യം. ഈ സങ്കീർത്തനം എല്ലായിടത്തും വായിക്കും. എവിടെ വായിക്കും? 128 സങ്കീർത്തന. സ്വോത്രം. കല്യാണത്തിന് വായിക്കും. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ കവർ നോക്കും. നിങ്ങൾ ശീല കല്യാണ മണ്ഡപത്തിൽ ബിരിയാണി നോക്കും. സ്വോത്രം. അന്നേരം വായിക്കുന്ന ഒരു ഭാഗമായി യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്തും. ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈ പോലെ. CSIയിലും വായിക്കും, ബന്ധുക്കോസിലുമല്ല. 128 മംഗള സങ്കീർത്തനം. 3 മരങ്ങളോട് ഇസ്രായേലിന്. 1 അത്തിയാകുന്ന ഇസ്രായേൽ രാഷ്ട്രീയം. 2 മുന്തിരിയാകുന്ന ആത്മീയ. 3 സൗന്ദര്യം ഒലിവിനകത്ത്. ഇന്ന് രാത്രി യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം കുഞ്ഞ് വായിച്ച് സഹായിച്ചു. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ഇന്ന് രാത്രി നാനും ഇവിടെ നിൽക്കുമ്പോൾ 3 വർഷത്തിലേക്ക് കടക്കുന്ന ഒരു യുദ്ധം റഷ്യ ഉക്രൈൻ. അതിലേക്ക് നാം യാത്ര ചെയ്യും. അപ്പോൾ തന്നെ കഴിഞ്ഞ 1 വർഷമായി ഇസ്രായേൽ 4 രാഷ്ട്രങ്ങൾ കഴിഞ്ഞ് 5ലേക്ക് കടന്നു. 1 ഹമാസ്, 2 സിറിയ, 3 ലെബനോൻ, 4 യമൻ. ഇന്ന് രാത്രി നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഇറാനെയും അടിക്കുന്നു. എത്ര ക്ലിയർ ബൈബിൾ. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. ഇതെല്ലാം സംഭവിക്കും. ജാതിയോട്. അതാ ഇന്നത്തെ മണിപ്പൂർ, ചുരാചന്ദ്പൂർ, ബിഷൻപൂർ, ഇംഫാൽ താഴ്വര. പ്രധാനമന്ത്രി മോഡി സാർ വിചാരിച്ചിട്ട് അവിടുത്തെ കുക്കി മെയ്തൈ നാഗയുടെ അടി തീർക്കാൻ പറ്റുന്നില്ല. ജാതിയോട്. പിന്നെ അപ്പുറത്തെ ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഭൂകമ്പം ഏത് ദിവസമായി അടിച്ചുകൊണ്ടിരിക്കുക. ക്ഷാമത്തിൻ്റെ കാര്യം പിന്നെ അമരവിളയിൽ ഉദയം കുളങ്ങരയിലും പറയേണ്ട. ഒരുവൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കരയും. അരിയുടെ വിലയല്ല, അൽഫഗാമിൻ്റെ അല്ല, കുഴിമന്തിയുടെ അല്ല, വെളുത്തുള്ളിയുടെ വില കേട്ടാൽ കണ്ണ് നീർ എന്നും മാറുമോ? കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ബാക്കി പുറകെ വരുന്ന അമ്മാമ്മ തുടക്കം വെളുത്തുള്ളിയാണ്. എല്ലാത്തിൻ്റെ വില എല്ലാം തീർക്കാൻ പോകുന്നത് അന്ത്യകാലമാണ്. അതൊരിക്കൽ ഇനി ഇവിടെ വരുമ്പോൾ പറയാം. ഇതിപ്പോൾ ഈ യുദ്ധമായതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ പ്രസംഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോക ചരിത്രവും യുദ്ധങ്ങളും എല്ലാവരും കേട്ടോണം. കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യണം. പിന്നെ ഈ ചാനലിനകത്ത് നോക്കി നിങ്ങൾക്ക് എഴുതിയെടുക്കാം. 1900 മുതലുള്ള യുദ്ധങ്ങൾ പറയാം. 1905 റൂസോ ജപ്പാൻമാർ റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ജപ്പാൻ അടിച്ച് ശരിയാക്കി. 2 1914 മുതൽ 19 വരെ 1-ാം ലോക മഹായുദ്ധം. 3 1939 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധം. 48 ഇസ്രായേലിനെതിരെ ആദ്യത്തെ ആക്രമണം. 57 അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. 1961 അമേരിക്കയും വിയറ്റ്നാമും യുദ്ധം. 1967 അറബ് ഇസ്രായേൽ വാർ. 71 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. 1973 യോം കിപ്പർ വാർ. അതിനുശേഷം 1980 മുതൽ ഒരു 10 വർഷം യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധമായിരുന്നു ഏതാണെന്നറിയാമോ? ഇറാൻ ഇറാഖ് ഒരു വലിയ യുദ്ധമായിരുന്നു. അന്ന് നമ്മുടെ
ഒരു വാർത്ത വായിക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. കേട്ടവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്തയിൽ 10 വർഷം വായിച്ചതാണ്. ഇറാൻ ഇറാഖിൻ്റെ മണ്ടയിലടിക്കുന്നു. സ്വോത്രം. അതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധവും കൂടെ ലോകം കണ്ടു. ആ യുദ്ധത്തിൻ്റെ പേരായിരുന്നു കുവൈറ്റിനകത്ത് സദാം ഹുസൈൻ 90-ൽ കയറി, 92-ൽ അത് തീർന്നു. അതിനുശേഷം 30 വർഷം ലോക സമാധാനമായിട്ട് പോയി. 2022 കോവിഡ് നടക്കുമ്പോൾ ഫെബ്രുവരി മാസം 24-ാം തീയതി ഒരു യുദ്ധം തുടങ്ങി. റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം ഉക്രൈനെ ആക്രമിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി അത് റഷ്യയും അറബ് ലീഗും വരുമ്പോൾ ഈ രാത്രി അവസാനിപ്പിക്കും. റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ തുടങ്ങി. എത്ര നാളായച്ചാ? 38 മാസമായി. 4 മാസം കൂടെ കഴിഞ്ഞാൽ 3 വർഷം തികയാൻ പോകുന്നു. 42 മാസത്തിലേക്ക് ഇപ്പം 32 മാസമായി. 3 വർഷം തികയും ഫെബ്രുവരി 22-ന്. എന്തായി റഷ്യ ഉക്രൈൻ സംഭവങ്ങൾ? ശ്രദ്ധയോടെ ഇരിക്കണേ. ലോകത്തിൽ 2 വൻശക്തികൾ. അതിലൊരു വൻശക്തിയുടെ പേര് അമേരിക്ക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. 51 സ്റ്റേറ്റുകൾ, നാറ്റോ സഖ്യം. അതിൻ്റെ പുറത്ത് വേറൊരുവനുണ്ട്. അതിൻ്റെ പേരാ സോവിയറ്റ് യൂണിയൻ, USSR. പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം PSCക്ക് വരും. യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. അവർ 2 ലോകത്തിലെ ഏറ്റവും വലിയ വൻശക്തികൾ. 1987 ഇനി ഒരു പഠനം പോലെ പോകും, കുഞ്ഞു വായിച്ചു വരും ഉടനെ. 1987 റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിൻ്റെ പേരാ മിഖായിൽ ഗർബച്ചോവ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ അറിയാം. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, സാറേ ഈ റഷ്യ ഭയങ്കരമായിട്ട് പ്രതിസന്ധിയിലാവും, ജനം കൂടി വരുക, അതുകൊണ്ട് വെട്ടിമുറിച്ച് ഓരോ രാജ്യങ്ങൾ കൊടുക്കാം. അതിൻ്റെ പേരായിരുന്നു ഇവിടുത്തെ സഖാക്കൾ CPI CPM സുഹൃത്തുക്കൾ വായിച്ച് പഠിച്ചു 4-ാം ലോക സിദ്ധാന്തം. അതിനോടനുബന്ധിച്ച് ഗ്ലാസ് നെസ്റ്റും പെരിസ്ട്രോയിക്കയും. ഇത് പഠിക്കാത്ത പാർട്ടി ക്ലാസ് ഇവിടുത്തെ സഖാക്കളിലില്ലായിരുന്നു. 91 ആയപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? ആര് വെട്ടി? ഈ മിഖായിൽ ഗർബച്ചോവ്. എന്തോ ഇതെന്നറിയോ? റഷ്യയെ 15 വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, അൾജീരിയ, ബെലാറസ്, ജോർജിയ, അർമേനിയ, ചെച്ചിനിയ, ക്രിമിയ, അത് കഴിഞ്ഞ് സൈബീരിയ 15. ഇതെല്ലാം യോഗത്തിൻ്റെ അവസാനം പിന്നെ വീഡിയോയിൽ കിട്ടുക. അങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹമായിരുന്നു റഷ്യയിലെ പ്രസിഡന്റ് വ്ളാഡിമിർ നമ്മുടെ മിഖായിൽ ഗർബച്ചോവ്. ഈ ഭാഗത്ത് വരുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്താ കാര്യം എന്നറിയാം? അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. ആരായിരുന്നു? ഈ റഷ്യയുടെ പ്രസിഡൻ്റായിരുന്ന ഈ മിഖായിൽ ഗർബച്ചോവ്. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ രാവിലെ നമ്മുടെ പാറശാല ഗ്രാമപഞ്ചായത്തിൻ്റെ വണ്ടി പ്രസിഡന്റിനെ എടുക്കാൻ വരുന്നത് പോലെ ക്രെംലിൻ കൊട്ടാരത്തിൽ അദ്ദേഹം എടുക്കാൻ വാഹനം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ റൈസ, അവരുടെ പേര് നല്ല പേര് റൈസ ഗർബച്ചോവ്, അവർ ഒരു പായ്ക്കകത്തിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഈ സഹോദരിയോട് അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട് മിഖായിൽ ഗർബച്ചോവിനോട്, സഹോദരി ഞാൻ ഈ കൊട്ടാരത്തിൽ പോകും, നീ എന്തിനായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത്? അവർ ബൈബിൾ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, താങ്കളെ റഷ്യയുടെ പ്രസിഡന്റ് ആക്കിയത് സ്വർഗത്തിലെ ദൈവമാ, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സ്വോത്രം. കണ്ടോ ആ ശൗര്യയുടെ കണ്ണീരോടെ പ്രാർത്ഥന? അവർ നിരന്തരമായി പ്രാർത്ഥിച്ചു. ഇദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ പ്രാർത്ഥനയ്ക്ക് അവസാനം ഒരു മറുപടി ലഭിച്ചു. എന്താ മറുപടി? അദ്ദേഹം റഷ്യയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തോ ചെയ്തു? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇന്ന് രാത്രി സഹോദരിമാരെ, സഹോദരന്മാരെ, പോസ്റ്റ് അല്ല വലുത്, പരാതിയല്ല വലുത്, ഭാര്യ ഭർത്താവിനെ പറ്റി കുറ്റം പറയുന്നതല്ല വലുത്. നീ മുറിയിൽ കയറി, അറയ്ക്കകത്ത് കയറി ദൈവത്തോട് നിലവിളിച്ചാൽ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ, നിന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് ഇന്ന് രാത്രി പറയാം, അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന വീരന്മാർ എഴുന്നേൽക്കട്ടെ. കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ. സ്വോത്രം. അവരെ പ്രത്യാശ തൻ്റെ കർത്താവായ യേശുവിനെ കാണണം. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ദൈവം മറുപടി കൊടുത്തു. ആ കാലഘട്ടം മുൻപോട്ട് പോയി. ഇവരൊക്കെ ഭരണത്തിൽ നിന്ന് മാറി. റഷ്യ ഉക്രൈൻ 2010 ഉക്രൈൻ ഒരു ഭരണാധികാരി വന്നു. എല്ലാവരും കേട്ടാട്ടെ. ആ ഭരണാധികാരിയുടെ പ്രത്യേകത വ്ളാഡിമിർ സെലൻസ്കി ഒരു യഹൂദ സ്ത്രീയുടെ മകനായിരുന്നു. അവൻ ഈ റഷ്യയോട് വലിയ പദ്ധതിയൊന്നുമില്ല. നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മാറിയോലെ അവരെല്ലാം മാറിയത്. അപ്പോൾ 2013 അവനൊരു കത്ത് കൊടുത്തു. അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു ബരാക് ഒബാമ. സാറേ ഞങ്ങളെ കൂടെ നാറ്റോ സഖ്യത്തിലോട്ട് ചേർക്കണം നിങ്ങളുടെ കൂടെ. ഒബാമ പറഞ്ഞു നടക്കത്തില്ല. എല്ലാവരും കേൾക്കണം. 2016 അമേരിക്കയിലെ വായാടി ട്രംപ് വന്നു പ്രസിഡൻ്റായി. അപ്പോഴും ഇദ്ദേഹം ചെന്ന് പറഞ്ഞു, സാറേ ഞങ്ങളെ കൂടെ നാറ്റോ സഖ്യത്തെ അമേരിക്ക കൂടെ ചേർക്കണം, അതുണ്ടെങ്കിലേ ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ. 2020 ആയപ്പോൾ ബൈഡൻ വന്നപ്പോൾ വീണ്ടും ചെന്ന് ഈ വ്ളാഡിമിർ സെലൻസ്കി കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളെ നിങ്ങളുടെ കൂടെ കയറ്റണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നടക്കത്തില്ല. എന്നിട്ട് പിന്നെ വേറൊരു കത്തുകൂടെ കൊടുത്തു. യൂറോപ്യൻ യൂണിയന് കത്ത് കൊടുത്തിട്ട് ഈ സെലൻസ്കി പറഞ്ഞു ഞങ്ങൾ റഷ്യയുടെ കൂടെ അല്ല നിങ്ങളുടെ കൂടെ. അതിൻ്റെ അർത്ഥം ഈ അമേരിക്കയുടെ കൂടെ ഉക്രൈനെ കയറ്റാത്ത കാര്യം എന്താ കാര്യം എന്നറിയാമോ? സ്വോത്രം.
പറഞ്ഞു തരാം. ഈ 1971 യുണൈറ്റഡ് നേഷൻസിൽ ഒരു കരാറുണ്ട്. രാഷ്ട്രീയക്കാർക്കും അറിയത്തില്ല, ഏഷ്യാനെറ്റിനും അറിയത്തില്ല, മനോരമയ്ക്കും അറിയത്തില്ല. അതിൻ്റെ പേരാ ജോൺ ഓഫ് കെന്നഡി കരാർ. റഷ്യയും അമേരിക്കയും UN ഒരു കരാർ ഒപ്പിട്ടിരിക്കുക. അമേരിക്കയുടെ മേഖലകളിൽ ഒരു രാജ്യങ്ങളിലും റഷ്യ കൈകടത്തത്തില്ല. അതുപോലെ തന്നെ റഷ്യയുടെ മേഖലകളിൽ ഒരു രാജ്യങ്ങളിലും വന്ന് സൈനിക താവളങ്ങളോ മറ്റു പരിപാടികളോ അമേരിക്ക ചെയ്യത്തില്ല. ഈ കരാർ കൊണ്ട് ഉക്രൈനെ ഈ നാറ്റോയ്ക്കകത്ത് ചേർക്കാത്തതല്ല, വേറൊന്നുമല്ല. ഇന്ന് രാത്രി ഉക്രൈനെ നാറ്റോ സഖ്യത്ത് ചേർത്താൽ ഒരു കാര്യം സംഭവിക്കും. അവിടെ ഈ അമേരിക്കൻ ഒരു റഡാർ ശംഖുമുഖത്തെ കൊണ്ടുവച്ചാൽ റഷ്യയുടെ സകല സംവിധാനവും ഈ റഡാർ ഊട്ടിയെടുക്കും. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 53 കൊല്ലം മുമ്പ് UN ഒരു പാക്റ്റ് ഉണ്ട്. ഇത് പലർക്കും അറിയത്തില്ല. ആ പാക്റ്റിൻ്റെ പേരാ ജോൺ ഓഫ് കെന്നഡി കരാർ. അതുകൊണ്ടാണ് അമേരിക്ക ഈ ഉക്രൈനെ പാർട്ട്ണറായിട്ട് ചേർക്കത്തില്ല നാറ്റോ സഖ്യത്തിൽ. അതിനും ഒരു മലയാളം. നമ്മുടെ ഇവിടെ രാമേശ്വരത്ത് നിന്ന് 7 മണിക്കൂർ യാത്രയെ ശ്രീലങ്കയുണ്ട്, ഹമ്പൻതോട്ട തുറമുഖം. അവിടെ ഹമ്പൻതോട്ട പണിഞ്ഞിരിക്കുന്ന ചൈനക്കാരന് നാളെ ചൈനക്കാരൻ അവിടെ ഒരു കപ്പൽ കൊണ്ടുവരാൻ വന്നു, യുവാങ് 5. അതാ ചൈനയുടെ ഏറ്റവും വലിയ ചാരക്കപ്പൽ, ഭയങ്കര ഇൻ്റർനെറ്റ് സംവിധാനമുള്ള അത് വരുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരന് നട്ടൽ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ സന്ദേശം, വലിയ മല ISR, അത് കഴിഞ്ഞ് പാങ്ങോട് മിലിറ്ററി, കൂടംകുളം ആണവ നിലയം, അത് കഴിഞ്ഞിട്ട് ഇതുവഴി പോകുന്ന പെരുമ്പൂർ വരെയുള്ള സന്ദേശം മുഴുവൻ അവർ പിടിക്കുമെന്നറിയാം. ഈ സാറ്റലൈറ്റ് വന്നാൽ ഡേറ്റയും ചോർത്തുവെന്നറിയാം. അപ്പോൾ ഇന്ത്യക്കാർ ചൈനയോട് പറഞ്ഞ് ദയവേത് ഷിപ്പ് കൊണ്ടുവരരുത്. ശ്രീലങ്കക്കാരോടും പറഞ്ഞ്, ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ ആകെ പാലും വെള്ളം കൊടുക്കുന്ന ഇന്ത്യ, അപ്പോൾ പറഞ്ഞ് ചേട്ടാ ഇതിനെ കൊണ്ടുവരരുത്. അപ്പോൾ ശ്രീലങ്ക പറഞ്ഞ് അവൻ്റെ തുറമുഖം 1500 കോടിയാണ്. ചൈനക്കാരെ ഷിപ്പ് കൊണ്ടുവന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വളരെ പരിണത പ്രജ്ഞന, അദ്ദേഹത്തിൻ്റെ പേര് S ജയശങ്കർ. അദ്ദേഹം പറഞ്ഞ് പോരട്ടെ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കപ്പൽ വന്നപ്പോൾ ഇന്ത്യയുടെ ISR ഒരു കാര്യം ചെയ്തു, കപ്പലിൻ്റെ മേളിൽ ഒരു സാറ്റലൈറ്റിനെ കൊണ്ടു നിർത്തി, ഉപഗ്രഹത്തെ. പിന്നെ നമ്മുടെ മൊബൈലിലെ കട്ട അനങ്ങിയില്ല. കരം ഉയർത്തുന്നവർക്കായി സ്വോത്രം, റേഞ്ചെല്ലാം കട്ടായിപ്പോയി. സ്വോത്രം ഇവിടെ ഇരിക്കുന്ന അന്നമ്മ സിസ്റ്റർ വാട്സപ്പ് അടിക്കാൻ ദുബായിലോട്ട് വോയിസ് ക്ലിപ്പ് കൊടുത്തപ്പോൾ ഇങ്ങനെ ഇരുന്ന് കറങ്ങുന്നതല്ലാതെ ശബ്ദം പോയില്ല. സ്വോത്രം അത്രയും ഭയങ്കര ബുദ്ധിമാന് ഇന്ത്യയുടെ ഇന്നത്തെ S ജയശങ്കർ. അവസാനം 5-6 ദിവസം കപ്പൽ കടന്നിട്ട് കാർ വാപ്പസ് അവൻ്റെ പണിക്ക് പോയി. സ്വോത്രം ഇത് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് ഈ അമേരിക്ക അപ്പം യൂറോപ്യൻ യൂണിയനിൽ കൊടുത്തു. അപ്പം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പിടികിട്ടി. ഇന്ന് IPC, നാളെ ഷാരൂഖ്, മറ്റന്നാൾ ചർച്ചക്കൂടി, അത് കഴിഞ്ഞ് ന്യൂ ഇന്ത്യ. ഒന്നുമില്ല, CSI ഇല്ലേ, ലാസ്റ്റ് RC. കരം ഉയരുന്നില്ലല്ലോ, മതിലിയാടുമെന്നറിയോ. സ്വോത്രം അത് കണ്ടതുകൊണ്ട് അടി തുടങ്ങിയത്. എന്തിനു വേണ്ടി? റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. എല്ലാവരും കേൾക്കണം അതിൻ്റെ പ്രത്യേകത. ഇന്ന് സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ആരാണെന്നറിയാമോ? റഷ്യ. ഉക്രൈനകത്ത് 3 കാര്യമുണ്ട്. 1, ലോകത്തിൽ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന നദി ഉക്രൈനകത്ത്, അതിൻ്റെ പേരാ നീപ്പർ നദി. 2, ഇന്ന് ഉക്രൈനകത്ത് ഒരു ആണവ നിലയമുണ്ട്, അതിൻ്റെ പേരാ സഫ്രോഷ്യ ആണവ നിലയം. 3, ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് 1 റഷ്യ, 2 ഉക്രൈന. ഉക്രൈനയും കൂടെ കിട്ടിയാൽ ഗോതമ്പിൻ്റെ വില ആഗോള വ്യാപകമായി റഷ്യയ്ക്ക് നിശ്ചയിക്കുക. ഇതിനു വേണ്ടിയാണ്. എന്ന് യവന്മാർ അടി തുടങ്ങിയോ, നമ്മുടെ റേഷൻ കടയിൽ ആട്ടപ്പൊടിയും പോയി. അമ്മമ്മ ഇനി കിട്ടത്തില്ല. സ്വോത്രം കരം ഉയർത്തുന്നവർക്ക് അന്ന് പോയതാ. യവന്മാരാടി തുടങ്ങിയതിൻ്റെ അന്ന് ഇന്ത്യ ഗവൺമെൻറ് ആട്ടപ്പൊടി നിർത്തി. സ്വോത്രം കാര്യം പോയില്ല. ഇപ്പോൾ ഒരു കാടിനെ കണ്ടേ ഉള്ളൂ, അതും തീരും. ഇതെല്ലാം അന്ത്യകാലമാണ്. അങ്ങനെയെങ്കിൽ എത്ര നാൾ കൊണ്ട് അടിക്കുന്നു? കഴിഞ്ഞ 32 മാസമായി അടിക്കുന്നെങ്കിൽ ഇതെത്താൻ പോകുന്നത് ഇസ്രായേലിലേക്ക്. ഇനി പടപടാ കുഞ്ഞുങ്ങൾ വായിച്ചു തരും. എസെക്കേൽ പ്രവചനം 39-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇതിന്റെ തുടർഭാഗമായിരിക്കും നാളെ. കുഞ്ഞെന്ന് വായിച്ചാട്ടെ. എസെക്കേൽ 39 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ മക്കളെ. നീയോ മനുഷ്യപുത്ര ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. അവിടെ ഗോഗ് ആരാന്ന് പറഞ്ഞുതരാം. സ്വോത്രം. ഈ നോഗയ്ക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഷേം, ഹാം, യാഫേത്ത്. യാഫേത്തിൻ്റെ തലമുറ ഉൽപ്പത്തി 10:2 അവരുടെ പേരാ മാഗോഗ്, താദായി, യൂബാൽ, യോവാൻ. അതിലാ ഈ മാഗോഗ മംഗോളിയ. യവന്മാരൊരു 5-6 പേരുണ്ടായിരുന്നു. തോമാച്ചായൻ, കറിയാച്ചായൻ, ചമേലച്ചായൻ, പൊന്നച്ചായൻ. അതിൽ 1 റഷ്യ, 2 ചൈന, 3 കൊറിയ, 4 ഫിലിപ്പീൻസ്, 5 തായ്ലൻഡ്, 6 തൈവാൻ. എല്ലാത്തിനെയും കണ്ടാൽ കുള്ളന്മാരാണ്. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്ര യവന്മാരെല്ലാം ഒരച്ചിലിട്ടതായിരുന്നു. സ്വോത്ര ഈ മാഗോഗിൽ നിന്ന് ഒരുത്തൻ ചാടിയതാ ഇന്നത്തെ ഗോഗ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ എന്താ സംഭവം എന്നറിയോ? ഗോഗിനെ കുറിച്ച്, റഷ്യയെക്കുറിച്ച് വിളിച്ചു പറയേണ്ടത്. അടുത്ത വാക്ക് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. റഷ്യ,
മേശക്, മോസ്കോ, തൂബൽ, ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, എന്നിവയുടെ പ്രഭുവായ റഷ്യ. വായിച്ചാട്ട് മോളെ. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. കഴിഞ്ഞ 32 മാസമായിട്ട് ലോകരാജ്യങ്ങൾ അവന് വിരോധമായിരിക്കുന്നു. അടുത്തത്, ഞാൻ നിന്നെ വഴി തെറ്റിച്ച്, ഈ റൂട്ട്, ഈ അടി, ഉക്രൈനുമായിട്ടുള്ള അടി എവിടെത്തും? ഞാൻ നിന്നെ വഴി തെറ്റിച്ച് നിന്നിൽ 6 ശേഷിപ്പിച്ച്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാട്ട് റഷ്യയെ 15 വെട്ടിമുറിക്കും. 6 കൂടെ ഞാൻ ഇസ്രയേലിലേക്ക് കൊണ്ടുപോകും. 6 ഏതാ? താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ. 6ാമത്തെ രാഷ്ട്രം ഉക്രൈൻ. അപ്പൊ റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന് ഇവിടുത്തെ EMSനോ AKGക്കോ പ്രകാശ് കാരാട്ടിനോ സീതാറാം യെച്ചൂരിക്കോ അറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് എഴുതി വെച്ചു, റഷ്യ വെട്ടിമുറിക്കപ്പെടും. ഇതാ ഞങ്ങളുടെ ബൈബിളിന്റെ തനിമ. ഇന്ന് രാത്രി ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ. ഇന്ന് രാത്രി ആകാശം മാറും, ഭൂമി മാറും, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും. അപ്പച്ചാമ്മച്ചി, എന്നാൽ ഞങ്ങളുടെ കരങ്ങളിലെ ബൈബിളിന് ഇന്ന് രാത്രി യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ആ ചങ്കൂറ്റത്തോടെ, ഇവിടുത്തെ MA ബേബിക്കും അറിയത്തില്ല, ഐസക് സാറിനും അറിയത്തില്ല, റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന്. 6 രാജ്യങ്ങളും കൂടെ നിന്നെ അവസാനം ഞാൻ കൊണ്ടെത്തും. എവിടെ? വായിച്ചിട്ട് മോളെ. നിന്നിൽ 6 ശേഷിപ്പിച്ച്, വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച്, സൈബീരിയ, ഇന്നത്തെ സൈബീരിയയിൽ നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ആ കരമുയർത്തിയാട്ടെ. ഇതാ അന്തിമ യുദ്ധം. ഈ പോക്ക് പോകുന്നത് ഇസ്രായേലിലേക്ക്. അങ്ങനെയെങ്കിൽ കോവിഡാനന്തര ലോകം. എല്ലാവരും കേൾക്കണം, ഇത് പ്രവചന ഭാഗമാണ്. പലരും പ്രസംഗിക്കാൻ മടിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഭണ്ഡാരക്കോണത്ത് നെഞ്ചുവേദനയോട് ഇത് പ്രസംഗിക്കുന്നത് കേൾക്കണം. എന്താ ഇതിന്റെ പ്രത്യേകത? ലോകം 2 ചേരിയിലേക്ക് വരും. അന്തിമ ദിനമായി പോയി. അങ്ങനെയെങ്കിൽ റഷ്യയുടെ കൂടെ ആരൊക്കെയുണ്ട്? വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38:5-6. നിങ്ങളുടെ പത്രവാർത്ത, ഏഷ്യാനെറ്റ്, മനോരമ, 24, ഇതെല്ലാം വരുന്ന വാർത്തയായി വായിക്കുന്നത്. വായിക്കാം. റഷ്യയുടെ കൂടെ ആരൊക്കെ? നിന്നോട് കൂടെ. വായിച്ചട്ടെ. അവരോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയം, തലക്കോരികയും ധരിച്ച പാർസികൾ. അതാ ഇറാൻ. അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ. ഇവർ 2 ഇന്ന് റഷ്യയുടെ കൂടെ. ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ നാളെ പോകുമ്പോൾ ബാക്കി പറഞ്ഞുതരാം. ഇറാനും പാർസികൾ, പേർഷ്യൻ രാജ്യക്കാർ. 1 അഫ്ഗാൻ, 2 ഇറാൻ, പഷ്തൂൺ, ഷിയ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഊഷ്യർ എത്യോപ്യ രാജ്യം, പൂത്യർ ലിബിയ രാജ്യം, ഗോമേർ ആരാന്നറിയാമോ? സ്വോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ യഹോവനിസയുടെ ജനറൽ കൺവെൻഷൻ വന്ന് പറഞ്ഞായിരുന്നു, യൂറോപ്യൻ യൂണിയൻ 12 രാജ്യങ്ങളാണ്. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. അത് ഈ ബ്രിട്ടൻ 1 പോയി. ഇന്ന് 11 രാജ്യങ്ങൾ. ഈ ഗോമേർ എന്ന് പറയുന്നത് മിക്കവാറും ജർമ്മനിയാ. അവൻ ചാടിയാൽ അന്നൊരു സംഭവം നടക്കും. അന്തിക്രിസ്തു 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയുള്ള ഒരു മൃഗം എഴുന്നേറ്റ് വരും. ആ രാജ്യം പോകുന്നതിന് മുമ്പ് എൻ്റെ കാന്തൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരും. 12 1 കൊമ്പ് പോയി, 1 കൊമ്പ് പോയാൽ 10 കൊമ്പ്. അന്ത്യദിനമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത വാക്ക്, അത് കഴിഞ്ഞിട്ട് ഗോമേരും. അടുത്തത് അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും. അടുത്ത വാക്ക്, വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹം. ആരാ തോഗർമാഗ്രഹം എന്നറിയാമോ? ഇന്നത്തെ തുർക്കിയാ തോഗർമാഗ്രഹം. തുർക്കിയിൽ ഒരു ലീഡറുണ്ട്. അവൻ്റെ പേരാ രജബ് തോയ്ബ് എർദോഗൻ. അവൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവനാണ് അറബ് ലീഗിൻ്റെ ലീഡർ. അതിൻ്റെ പ്രത്യേകത, യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നായിരുന്നു, സ്നാപക യോഹന്നാൻ, കരമുയർത്തുന്നവർക്കായി. അതുപോലെ അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് വഴി കാട്ടുന്നവനാ തുർക്കിയിലെ തോയ്ബ് എർദോഗൻ. അത് വന്നപ്പോഴേ ഒരു കാര്യം ചെയ്തു. എന്താ ഒരു കാര്യം ചെയ്തതെന്നറിയാമോ? സ്വോത്രം. അവനൊരു കാര്യം ചെയ്തത്, തുർക്കിയിൽ ഒരു പള്ളി പിടിക്കാൻ പോയി. ആ പള്ളിയുടെ പേരാ ഹാഗിയ സോഫിയ. 400 വർഷം പഴക്കമുള്ള പള്ളി. ആ സമയത്ത് എന്താ സംഭവം? 2ാമത് അടുത്ത പള്ളി പിടിക്കാൻ പോയപ്പോൾ തുർക്കിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. അവൻ്റെ പള്ളി പിടുത്ത് അതോടുകൂടി തീർന്നു. സ്വോത്രം. കഴിഞ്ഞ ആഴ്ച മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് ഞാൻ പ്രസംഗിച്ചപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, ഇവിടെ ഈ പള്ളിപിടുത്തക്കാരിടയ്ക്ക് ഒരു ഭൂകമ്പം വന്നിരുന്നേ നന്നായിരുന്നെന്ന്. സ്വോത്രം. കരമുയർത്തുന്നവർക്കായി. അവൻ 2ാമത് പള്ളി പിടിക്കാൻ പോയപ്പോൾ കർത്താവിൻ്റെ ഈ കന്യാകുമാരി പറയുന്നില്ല, ആശീർവാദമല്ല, കർത്താവിൻ്റെ ഒരു വടിയുണ്ട്, വടിയും കൊടുത്തു. ഇന്നാളവൻ ഇസ്രയേലിൻ്റെ കൂടെ മുട്ടാൻ ചെന്ന് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയോട് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ശരിയാക്കുമെന്ന്. അപ്പോൾ അവൻ തമിഴ് ഭാഷ ഇസ്രയേൽ പ്രധാനമന്ത്രി, അയ്യാ உங்களுக்கு தெரியுமா சதாம் ஹுசைன் எங்கே இருக்குது, அது மாதிரி நீங்கள் இருக்கணும், സദാം ഹുസൈനെ തീർത്തണമെന്ന്. പിന്നെ അവനെ കാണാനില്ല, മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക. സ്വോത്രം. ഇതായിരിക്കുന്നു സ്വോത്രം. അതാ ഇസ്രയേൽ അവൻ്റെ കൂടെ മുട്ടാൻ പോയി. അവനാ അറബ് ലീഗിൻ്റെ ലീഡർ തോകർമാഗ്രഹം.
തുർക്കി. അടുത്ത വാക്ക് വായിച്ചോട്ടെ. അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഹമാസ് വിഷയത്തിൽ ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കുന്നു. യുദ്ധത്തിന്റെ ചാലുകൾ. അടുത്ത വാക്ക്. എന്നിങ്ങനെ പല ജാതികളെയും നിന്നോട് കൂടെ പുറപ്പെടുമാറാക്കും. പല ജാതികളും റഷ്യയുടെ കൂടെ പുറപ്പെടുമാറാക്കും. അപ്പൊ ലോകം ഒരു ചേരി നിങ്ങൾ കണ്ടു. അപ്പൊ ഇസ്രായേലിന്റെ കൂടെ ആര് വരും? വായിക്കാം. എസക്കേൽ പ്രവചനം 38:13 വാക്യം. വായിച്ചാട്ടെ. എസക്കേൽ 38:13 വാക്യം. ശബ. അവിടെ നിൽക്കട്ടെ. ആരാ ശബ എന്നറിയാമോ? യമൻ രാജ്യമായി ശബ. നിങ്ങളോട് പറഞ്ഞുതരാം, നിങ്ങൾ പത്രം വായിക്കണം. ഇന്ന് ഈ സൗദി അറേബ്യയിൽ എണ്ണപ്പാടങ്ങളുണ്ട്. അത് അരംകോ. അതിന് ഭയങ്കര ഭീഷണി ഈ യമൻ രാജ്യമാണ്. ഹൂത്തി വിമതർ അവന്മാർ മക്കയിലും മദീനയിലും എണ്ണപ്പാടത്തിലും വയ്ക്കുന്നുണ്ട്. ഈ യമൻ രാജ്യത്ത് അമേരിക്ക അടിച്ചൊതുക്കി കസ്റ്റഡിയിലാക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ യമനെ അടിക്കുന്നത്. നാളെ പറഞ്ഞുതരാം. അപ്പോൾ ശബ എന്ന് പറയുന്ന യമൻ രാജ്യം ആരുടെ കയ്യിൽ വരും? അമേരിക്ക കൈക്കലാക്കും. അടുത്തത് ദദാന, ഏഡൻ രാജ്യം. അടുത്തത് 5 ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ കൂടെ നിൽക്കും. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഫ്രാൻസ്. ഇതെല്ലാം ഇന്ത്യയുടെ ഇസ്രായേലിലൂടെ. അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം ആരോടെ നിൽക്കും? നമ്മുടെ ഇസ്രായേലിന്റെ കൂടെ നിൽക്കും. ലോകം 2 ചേരിയിലായി. അതാ ഈ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നത്. അവരോട് കൂടെ വായിച്ചിട്ട് മോളെ. ബാലസിംഹങ്ങൾ 2 പേരെ. ഇപ്പൊ ബാലസിംഹങ്ങൾ ഒന്ന് ഇന്ത്യ, മറ്റേത് ജപ്പാൻ. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് തൈവാൻ. ഇതെല്ലാം ഇസ്രായേലിനോട് പുറകെ കൂടെ പ്രൈസലോട് കാണിക്കും. നേരെ കാണിക്കത്തില്ല. അണ്ണാ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പരിശുഭയ്ക്കാരുടെ ഭാഷയെ പറഞ്ഞ സ്വോത്രം. അതിനാസ്പദമായി ഇന്ത്യയിൽ ഒരു ഭരണം വരണം. ഞാൻ ഇന്ന് യാത്ര ചെയ്ത് വെള്ളറുടെ നിന്നോട്ട് വന്നപ്പോൾ ധനുവച്ചപുരം, ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ധനുവച്ചപുരം ലൂതറൻ ഗ്രൗണ്ടിലാണ് പ്രസംഗിച്ചത്. അന്ന് എസക്കേൽ പ്രവചന പ്രസംഗിച്ചത്. അവിടെ നല്ല നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ, രാഷ്ട്രീയക്കാർ എല്ലാം അവിടെ പ്രസംഗം കേൾക്കാൻ നിൽപ്പുണ്ട്. അന്ന് ഞാൻ അവിടെ പ്രസംഗിച്ചു ഇന്ത്യ BJP ഭരണത്തിൽ വരുമെന്ന്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഞാൻ ഇറങ്ങിയപ്പോൾ ചോദിച്ചു, പാസ്റ്റർ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ഞാൻ ഒരു പാർട്ടിക്കാർക്കും എതിരല്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇസ്രയേലിനോട് ഇന്ത്യ അടുക്കണമെങ്കിൽ ഇവിടെ BJP ഭരണത്തിൽ വരണം. ദൈവം അത് കൊണ്ടുവരും. 1999 2 MP-മാരെ BJPക്കുള്ളായിരുന്നു. ആരായിരുന്നു? LK അഡ്വാനി, മരിച്ചുപോയ വാജ്പേയി. അത് കഴിഞ്ഞിട്ട് അവരെ ഇന്ത്യയുടെ ഭരണത്തിൽ കൊണ്ടുവന്നു. 5 വർഷം ഇന്ത്യ ഭരിച്ചപ്പോൾ അന്ന് ആദ്യമായിട്ട് ഇസ്രയേലുമായിട്ട് കരാർ വെക്കുന്നത് ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വാജ്പേയി പറഞ്ഞിട്ട് ഇസ്രയേലിൽ പോയി ആദ്യത്തെ തൂക്ക് കൊണ്ടുവന്നു. സ്വോത്രം. അതിൻ്റെ പേരാ ടൈവർ ടാർ 21. അതാണ് കാർഗിൽ യുദ്ധത്തിനകത്ത് തീർത്തത്. നമ്പർ 1. അത് കഴിഞ്ഞ് 2 ടൈം ആരുമായിട്ട്? മൻമോഹൻ സിംഗിനെ ദൈവം കൊണ്ടുവന്നു. വാജ്പേയി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം പറഞ്ഞ് ഇന്ത്യ തിളങ്ങുന്നു. ദൈവം വിചാരിച്ച് തിളക്കം അവിടെ നിൽക്കട്ടെന്ന് മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നു. മൻമോഹൻ സിംഗ് ഭയങ്കര സാമ്പത്തിക ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് ലോകത്തെ സാമ്പത്തിക മാന്ദ്യം വന്നിട്ട് ഇന്ത്യയെ പിടിച്ചു നിർത്തിയത്. റിസർവ് ബാങ്കിൻ്റെ ഗവർണർ അദ്ദേഹമാണ്. നാട്ടുകാർ കേൾക്കണം. സൗദിയിലെ ഷേഖല്ല അവിടുത്തെ അരംകോയുടെ അഡ്വൈസർ. അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു എണ്ണയുടെ മുഴുവൻ അഡ്വൈസർ. 2 ടൈം ഭരിച്ചപ്പോൾ ആരിവിടെ ഭരണത്തിൽ വന്നെന്നറിയാമോ? പറഞ്ഞു തരാം. ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി വന്നു, ശ്രീ മോഡി സാർ. വന്ന ഉടനെ അമേരിക്കയിലും റഷ്യയിലും അല്ല പോയത്. ആദ്യം ആർക്ക് പ്രൈസ് അലോഡ് കൊടുത്തു? ഇസ്രയേലിന് പ്രൈസ് അലോഡ് കൊടുത്തു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് ഇസ്രയേലുമായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്നത് ആരാന്നറിയാമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി. അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. സ്വോത്രം. ഇപ്പോൾ ഹമാസിൻ്റെ പ്രശ്നം വന്നു, പല പ്രശ്നം വന്നു. UN-നകത്ത് പലപ്പോഴും ഇസ്രയേലിനെതിരെ പ്രമേയം വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാവരോടും പറഞ്ഞു, അരാം കരോബായി ശാന്തി ഹോ ജാവോ. സ്വോത്രം. അടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ യാത്ര കഴിഞ്ഞ 1 വർഷമായിട്ട് അവരെ കുറ്റം പറയല്ല, അവർ രാഷ്ട്രീയക്കാരെ ചെയ്യണം. നമ്മുടെ BD സതീശൻ സാറെല്ലാം കൂടെ പലസ്തീനിൽ അടിയിപ്പ് അവസാനിപ്പിക്കണം, ഹമാസിൻ്റെ സംഘർഷം അവസാനിപ്പിക്കണം, CPM-ൻ്റെ പോരാളികളും വേറെ കോഴിക്കോട് സമരം. എന്നിട്ട് എല്ലാവരും കൂടെ പറഞ്ഞ് മോഡി സാറ് പറഞ്ഞ ഇപ്പം യുദ്ധം തീരുമെന്ന്. സ്വോത്രം. പലരും എന്നോട് വിളിച്ചു ചോദിച്ചു, പാസ്റ്റർ മോഡി സാറ് പറഞ്ഞാൽ വല്ലതും നടക്കൂ? ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു പറഞ്ഞിട്ടവൻ കേട്ടില്ല, പിന്നെ അതിന് മോഡി സാറ് പറഞ്ഞാൽ കേൾക്കുന്ന. സ്വോത്രം. അവ ഒരു കുഞ്ഞിനെ യഹൂദ അനുസരിക്കത്തില്ല. അപ്പം ഇന്നാരാ? ഇന്ത്യ ഇസ്രയേലിൻ്റെ കൂടെ ദാ കിടക്കുന്ന സകല ബാലസിംഹങ്ങൾ. വായിച്ചിട്ട് മോളെ. കവർച്ച. നീ കൊള്ളയിടുവാനോ? അടുത്തത് കവർച്ച ചെയ്യുവാനോ? വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനോ? കന്നുകാലികളെയും
ധനത്തെയോ കന്നുകാലികളെയും ധനത്തെയും അപകരിപ്പാനോ ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ? ഉലകം കണ്ട ഏറ്റവും വലിയ കൊള്ള. ഇന്ന് നിങ്ങൾ കേൾക്കണം, ഇതാ കേൾക്കേണ്ടിയത്. 32 മാസമായി റഷ്യയുടെ പ്രസിഡന്റ് ഇപ്പോൾ വിമാനത്തിൽ കയറത്തില്ല, പേടി. യവനൊരു യഹൂദനായി സെലൻസ്കി, അവൻ്റെ കൂട്ടുകാരനായി എലോൺ മസ്ക് മൈക്രോചിപ്പുകാരൻ, അവനാ ഇപ്പോൾ സ്റ്റാർലിങ്ക് റെഡിയാക്കുന്നത്. അവനാ 25 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടർ കാർ ഓടിച്ചു തരും. അമ്മാമ കയറി ഒരു ബട്ടൺ ഇട്ടാൽ മെഡിക്കൽ കോളേജിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന്. സ്വോത്രം വരാൻ പോവാ കാർ, AI കാറ് നാളെ പേപ്പറിൽ വരാൻ പോകുന്നു. സ്വോത്രം. അപ്പോൾ അവന്മാരെന്തു ചെയ്യുമെന്നറിയാമോ? ഇറാൻ്റെ പ്രസിഡന്റിനെ തട്ടിയോല് ഈ റഷ്യയുടെ പ്രസിഡന്റിനെ തട്ടാൻ സാധ്യത. അതുകൊണ്ട് റഷ്യയുടെ പ്രസിഡന്റ് വിമാനത്തിൽ പോലും പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ GPS. അങ്ങനെയെങ്കിൽ റഷ്യ ഇന്ന് സാമ്പത്തികമായിട്ട് തകരുന്നു. നിങ്ങളുടെ ഈ വെള്ളറട, കുന്നത്തുകാല്, ചെമ്പൂര്, എത്ര കുഞ്ഞുങ്ങളെ റഷ്യ MBBS പഠിക്കാൻ പോയി? ജോർജിയ, ചെച്ചനിയ, ഉക്രൈൻ, അർമീനിയ, എത്ര കൊച്ചുങ്ങൾ പഠിക്കാൻ പോയി? ഇന്ന് വല്ലവരും പഠിക്കുന്നുണ്ടോ? ഒറ്റയെണ്ണം പോകുന്നില്ല പഠിക്കാനായിട്ട്. അതുകൊണ്ട് കാരക്കോണത്തുകാർ നല്ല കാശ് മേടിക്കുന്നത്. ഹല്ലേലൂയ, ദൈവം അനുഗ്രഹിക്കട്ടെ, സ്തോത്രം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇന്ന് അവിടെ രക്ഷയില്ല. റഷ്യയിലെ വിദ്യാഭ്യാസം എല്ലാം തീർന്നു. റഷ്യയുടെ IFC കോഡ് ബാങ്കുകാർ കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സാംസങ് കമ്പനി റഷ്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. അവർ വേറെ രാജ്യത്തിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഹോണ്ടയുടെ കാർ പ്ലാന്റ് റഷ്യ വരാനിരുന്ന 23,000 കോടി. ആ കാർ പ്ലാന്റ് ഇപ്പോൾ എവിടെ വന്നെന്നറിയാമോ? തമിഴ്നാട്ടിൽ വന്നു. കേരളത്തിൽ വന്നു, പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. സ്വോത്രം. കേരളത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. പണ്ട് ഈ തമിഴ്നാട്ടിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുമായിരുന്നു. അപ്പുറത്ത് തിരുനെൽവേലി, ആണ്ടിപ്പട്ടി, രാജപാളയം, ശങ്കരകോവിൽ, പാവൂർ, സത്രം, സുരണ്ടായി. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പം എല്ലായിടത്തും പാസ്റ്ററെ ഈ കാറ്റാടി നിൽക്കുമായിരുന്നു. സ്വോത്രം. ഇതായിരുന്നു തമിഴ്നാട്ടിൻ്റെ പ്രത്യേകത. ഇന്ന് തമിഴ്നാട്ടിലോട്ട് ചെയ്യാനുള്ള ഞങ്ങളുടെ ഉപദേശിമാരാണൊക്കെ കാറ്റാടിയല്ല, അവിടെ നല്ല വർക്ക്ഷോപ്പുകളും വണ്ടികളും, അത് കഴിഞ്ഞിട്ടെല്ലാം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും കാര്യങ്ങളും. അതൊക്കെ താൻ ഇന്നാൾ ചെന്നൈ ഭൂകമ്പം ഉണ്ടായപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ മുതലமைச்சർ സ്റ്റാലിനോട് ചോദിച്ച്, അയ്യാ കൊഞ്ചം പൈസ വേണമെന്ന്. അയ്യാ ഒന്നുമേ വേണ്ടാതെ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ആ കേരളക്കാർ മനസ്സിലാക്ക്. ഇവിടെ ഈ അമരവിളയിലും പരശുവയ്ക്കലും ഇറങ്ങിക്കണം രാവിലെ 4:30-5 മണിക്ക്. തമിഴ്നാട്ടിൻ്റെ ലോറികൾ പച്ചക്കറിയായിട്ട് പോകുന്നു. ചാല മാർക്കറ്റിലല്ല, നമ്പർ 1 ബ്രാൻഡ് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ പഴയ ശംഖുമുഖമുണ്ട്. സ്വോത്രം. അവിടെ ശംഖുമുഖത്ത് കാർഗോയ്ക്കകത്ത് തമിഴൻ ചെന്ന് നല്ല പച്ചക്കറി TN65 TN75 വണ്ടികൾ പോവുക. എവിടത്തേക്കാ? ഗൾഫിലേക്കോ അമേരിക്കയിലും തമിഴൻ പച്ചക്കറി അടിച്ചു കൊടുത്ത് ഓൺലൈനിൽ അവൻ കൂക്കും അടിച്ച് കാശുണ്ടാക്കുന്നു. സ്വോത്രം. മലയാളി 702 കോടിക്ക് കുടിക്കുന്നു, ലോട്ടറിയും വയ്ക്കുന്നു. നീ മാനസാന്തരപ്പെട്ടോ? സ്വോത്രം. എന്നിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വോത്രം. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി കേരളത്തിലൊന്നും കമ്പനി വരത്തില്ല. സകല കമ്പനികളും തമിഴ്നാട്ടിനകത്ത് വന്നു. പ്രളയമുണ്ടായാലും. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ട് തകരുന്ന റഷ്യ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കുക. എന്തിനു വേണ്ടി? അറബ് രാജ്യങ്ങൾ കൂട്ടുനിൽക്കുക. ഒന്നാമത്തെ ഇടവേളയിലേക്ക് പോകാൻ പോകുന്നു. എന്താ അതിൻ്റെ പ്രശ്നം? ഇന്ന് രാത്രി ഇസ്രയേലിനകത്ത് 3 കാര്യങ്ങളുണ്ട്. എല്ലാവരും മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം പറഞ്ഞു തരാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ധാതു ലവണം കിടക്കുന്നത് ലോത്തിൻ്റെ കാലത്ത് തീയിറങ്ങിയ കടല. ആ കടലിൻ്റെ പേരാ ചാവുകടൽ. അവിടെ 4 ധാതുലവണമുണ്ട്. 1 തോറിയം, 2 ലിഥിയം, 3 യുറേനിയം, 4 പ്രോട്ടോറ്റേനിയം. ഇത് കിട്ടിയാൽ റഷ്യയുടെ സ്വർണ്ണ ആണവ നിലയിലേക്ക് ഇറക്കാം. രണ്ടാമത്തെ കാര്യം, ഭൂമിക്കടിയിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ്. ഖത്തറിലല്ല, ഇസ്രയേലിൻ്റെ ഒരു മരുഭൂപ്രദേശമുണ്ട്, ഡിമോണ. ആ ഡിമോണയുടെ അകത്ത് കിടപ്പുണ്ട്. എന്താ കിടപ്പുണ്ട്? ഗ്യാസ്. മൂന്നാമത്തെ കാര്യം, എണ്ണ. എവിടെ കിടക്കുന്നു എണ്ണ? വായിച്ച് സഹായിക്കാൻ മോളെ. ആവർത്തന പുസ്തകം 33:24. ക്രൂഡ് ഓയിൽ എവിടെ കിടക്കുന്നു? ബൈബിളിനകത്ത് ആവർത്തന പുസ്തകം 33:24 വാക്യം കുഞ്ഞൊന്ന് വായിച്ച് സഹായിക്കാം. ആവർത്തന പുസ്തകം 33:24. അപ്പൻ മക്കളെ അനുഗ്രഹിക്കുക. വല്യപ്പൻ ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത് ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത്. അടുത്തത്, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അടുത്ത വാക്യം മോള് വായിച്ചിട്ട്, അവന്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. പാമോയിലല്ല, മണ്ണെണ്ണയല്ല, ക്രൂഡ് ഓയിൽ. കടലിൻ്റെ അടി എണ്ണ കിടക്കുന്ന സ്ഥലമാ ഇസ്രയേൽ. ഇന്ന് സൗദിയിൽ അരംകോ അല്ല ചെറുപ്പക്കാരെ, ദുബായിലെ പെട്രോളിയം അല്ല, അബുദാബിയിൽ അഡിനോക്കല്ല. റഷ്യക്കറിയാം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ കടൽ യാഫ ഹൈഫ നല്ല കടല. അതിനകത്ത് 2 എണ്ണക്കിണറെ ഇസ്രയേൽ തുറന്നിട്ടുള്ളു. ലവ്യാദാൻ, താമാർ 2 എണ്ണക്കിണർ. ഓൺലി ഓപ്പൺ 2 ക്രൂഡ് വെൽ അറ്റ് ഇസ്രായേൽ. നമ്പർ 1 ലവ്യാദാൻ, ദ സെക്കൻഡ് 1 താമാർ. ഇനി അനേക എണ്ണക്കിണറുണ്ട്. അപ്പം റഷ്യക്കറിയാം ഇത് കിട്ടിയാൽ രക്ഷ. 3 കാര്യം കിട്ടിയാൽ രക്ഷയായില്ലയോ? 1 എണ്ണ,
2 ധാതുലവണം, 3-ാമത്തെ കാര്യം ഗ്യാസ്. ഇതുകൂടെ കിട്ടിയാൽ പിന്നെ രക്ഷപ്പെടാൻ എന്തോ വേണം? സ്വോത്രം. അതാ 3 കാര്യം. അമ്പൂരി ഞങ്ങളുടെ തോമാച്ചായൻ 3 കൃഷി. 1 ഇഞ്ചി, വില കുറയുമ്പോൾ 2-ാമത്തത് പിടിക്കും. കുരുമുളക് മിണ്ടുന്നില്ല. അത് കഴിയുമ്പോൾ 3-ാമത്തത് റബ്ബറിൻ്റെ ഒട്ടുപാല്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി നാടൻ ഭാഷ. സ്വോത്രം. അങ്ങനെയെങ്കിൽ 3 കൃഷി പോലെ റഷ്യക്ക് ഇന്ന് ഇസ്രയേലിനകത്ത് 3 ലവണമുണ്ട്. 1 ധാതുലവണം, 2 ഗ്യാസ്, 3 ക്രൂഡ് ഓയിൽ. ഇത് കിട്ടിയാൽ ഇന്നത്തെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് അവൻ കരകയറും. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളെ കൂട്ടിക്കൊണ്ട് ആര് വരും? റഷ്യ ഇസ്രയേലിന് നേരെ വരും. ആ യുദ്ധത്തിൻ്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്താ ഇസ്രയേൽ കേരളത്തിൻ്റെ ഹല്ലേലൂയ 3-ൽ 1 വലിപ്പ് 22,160 കിലോമീറ്റർ, 6 ഡിസ്ട്രിക്റ്റുകൾ മാത്രം. 1 ടെൽ അവീവ്, 2 ജെറുസലേം, 3 അഷ്കലോൺ, 4 യാഫ, 5 ഹൈഫ, 6 ഡിമോണ. 1 കോടി പേരുള്ള ഒരു രാജ്യത്തിലേക്ക് 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളും റഷ്യയും ചൈനയും കൊറിയയും വന്നാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു യുദ്ധം ഇവിടെ വരാൻ പോകുന്നു. എന്നാൽ ആ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. ഇന്ന് രാത്രി പണ്ടാരക്കോണമേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗ അതിർത്തിയിൽ വെച്ച് ഹല്ലേലൂയ പാകിസ്ഥാന്റെ 40 കോൺസുലേറ്റുമാർ ഒരു ബസ്സിനകത്തേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടു നിർത്തും. അപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് മറ്റൊരു ബസ് വരും. 40 പേര് നമ്മുടെ കോൺസുലേറ്റുമാരെ തരും. അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്പോർട്ട് വെച്ച് കൈമാറും. ഡോറ് ക്ലോസ് ചെയ്യും. കുറ്റിയിടും. പതാക താഴ്ത്തിക്കെട്ടു. 8 മണിക്കൂർ കഴിഞ്ഞ വെടിവെപ്പ് തുടങ്ങുന്നതെങ്കിൽ അന്തിമ ദിനത്തിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റം നടക്കും. അതിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കാന്തൽ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി പണ്ടാരക്കോണമേ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറാ. ഇന്ന് രാത്രി പണ്ടാരക്കോണത്തിനോട് ദൈവദാസനാകുന്ന ഞാൻ 2024 പറയുന്നു, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1 കാലില്ല, 1.5 2 ഏക നാമ യേശുവിൻ്റെ നാമ. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, വീട്ടിനകത്തോ റോഡിനകത്തോ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ചങ്കില ചോരയാൽ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് കരമുയർത്ത്? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്ക. എൻ്റെ യേശു മടങ്ങി വരാറാ. ഇന്ന് രാത്രി 2024 പണ്ടാരക്കോണമേ കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. ഇനി താമസമിന, വരുവാനുള്ളവൻ മടങ്ങി വരും. ഈ രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.